ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മുടെ സ്റ്റാഫ് ടൂറായിട്ട് എറണാകുളത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മളങ്ങനെ ഒരു 7:46 AM ഒക്കെ ആയപ്പോൾ തൃശ്ശൂർ ചാലക്കുടി എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ശരവണ ഭവനിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോസ് എടുക്കുമ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോഴെല്ലാം ഞാൻ കോൺഷ്യസ് ആണ്. ഇനിയുള്ള വീഡിയോസിൽ അത് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഹിൽ പാലസ് ആണ്. 10:30 കൂടിയിട്ടാണ് ഹിൽ പാലസിലെത്തുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഹിൽ പാലസിലേക്ക് നടന്നു പോകുന്ന വഴിയാണിത്. ചെടികളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വെൽ ഓർഗനൈസ് ആയിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്സ് കയറിയിട്ട് ചെരുപ്പ് ഊരി വെച്ചതിന് ശേഷം വേണം കൊട്ടാരത്തിനകത്തേക്ക് കയറാൻ. വീഡിയോഗ്രഫി അലൗഡ് അല്ല ഉള്ളിൽ. കൊച്ചി രാജകുടുംബത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ഹിൽ പാലസിൽ നിരവധി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ശാല ഗാലറിയാണ്. നമ്മുടെ കാർത്തികൻ ചേച്ചിയൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്നത് ഇവിടുത്തെ കുളം കാണാനാണ്. കുളത്തിനകത്തേക്ക് പോകാൻ സാധിക്കില്ല, അത് ലോക്ക്ഡാണ്. അതിന് സൈഡിലായിട്ട് ചെറിയൊരു ഭാഗമുണ്ട്. അവിടെയും കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാഴ്ചകളാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ശേഷം സൂവിലേക്കാണ് പോകുന്നത്. ചെറിയ രീതിയിൽ മാനും കാര്യങ്ങളൊക്കെയാണ് സൂവിലുള്ളത്. അതൊരു മ്ലാവായിരുന്നു. വേർഷനാണ് കഴുതമാൻ. വ്ളോഗറാണ് വ്ളോഗർ. ടീച്ചർ എങ്ങടെ എനിക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. ടീച്ചർ കന്നഡയാണ്. ഞങ്ങൾ വേറൊരു കൺട്രിയിൽ ഡച്ച് പാലസിൻ്റെ മുകളിലെ നിലയിൽ മ്യൂസിയവും താഴെ ക്ഷേത്രവുമാണുള്ളത്. അവിടെയും വീഡിയോഗ്രഫി അലോ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസാണ് എടുത്ത് ശേഷം ജൂ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. ജൂ സ്ട്രീറ്റിൻ്റെ ഭംഗി അത് വേറെ തന്നെയാണ്. നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പള്ളി ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാണാൻ വേണ്ടി പോവാണ്. നമ്മളങ്ങനെ ചൈനീസ് നെറ്റ് കാണാൻ വേണ്ടി വന്നു. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ചെറിയ രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കടൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു വികാരമാണല്ലോ. നമ്മൾ കുറച്ച് റീൽസൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോ മെട്രോ ഒരു പുതിയ അനുഭവമായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ക്യൂ നിന്നു. അതിന് ശേഷമാണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു അത്.
ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് മറൈൻ ഡ്രൈവ് കൂടെ നടക്കുകയാണ്. നോക്കൂ ജസ്റ്റ് നോക്കൂ. നന്നായിട്ടുണ്ട് പൈന. ഞാനെനിക്ക് ഇവിടുത്തെ വീഡിയോ എടുക്കുന്നത്. അഞ്ച് മണിയോടുകൂടി നമ്മൾ ഷിപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. 7 o'clock വരെ നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഡാൻസ് പെർഫോമൻസ്, അതുപോലെ പാട്ട്, ലാസ്റ്റിൽ DJ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഷിപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു നല്ല സൺസെറ്റ് കണ്ടു. വർഷത്തോളം പഴക്കമുള്ള ഈ കൊട്ടാരം നിർമ്മിച്ചത് ഡച്ച് കച്ചവടക്കാരാണ്. ഇപ്പോൾ ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണ്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ.